അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം. നമ്മളിപ്പോൾ സാധാരണ ബന്ധുക്കളുടെയൊക്കെ ഖബർ സിയാറത്തിന് വേണ്ടിയിട്ട് ഖബർസ്ഥാനിൽ പോകുന്ന സമയത്ത് പണ്ട് കാലങ്ങളിലൊക്കെ അവിടെ ഒരുപാട് മീസാൻ കല്ലുകളായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ മീസാൻ കല്ലിന് പകരം മാർബിൾ ഫലകങ്ങൾ പോലുള്ള പേരെഴുതി വെച്ച കല്ലുകളാണ് കാണുന്നത്. ചില ആളുകളുടെ ആ ഒരു പേരിൻ്റെ കൂടെ തന്നെ മരണപ്പെട്ട ഡേറ്റും കൂടി എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ റമളാൻ 15, റജബ് 27, അങ്ങനെ ആ ഒരു മരണപ്പെട്ട ഡേറ്റും കൂടി എഴുതിയിട്ടുണ്ടാവും. മറ്റ് ചിലരുടെ ഖബറിൻ്റെ ആ കല്ലിൽ അങ്ങനെ പേരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ആ ഖബർസ്ഥാനിൻ്റെ അടുത്ത് തന്നെ ഇതിനായിട്ടൊരു പ്രത്യേക കടകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്, ഇങ്ങനെ കല്ലിൽ പേരെഴുതാൻ വേണ്ടിയിട്ട്, മാർബിൾ ഫലകങ്ങളിൽ പേരെഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉസ്താദെ? അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കറാഹത്തോ മറ്റോ ആണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാണോ ഉസ്താദെ? അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖബറിന്റെ മേലെ നാട്ടിയ മീസാൻ കല്ലിന്മേൽ പേരെഴുതുക. ചില ആളുകൾ അതിൻ്റെ മേലെ ചിലപ്പം പെയിൻ്റ് ഒഴിക്കും. ചില ആളുകൾ ഇങ്ങനെ ഒരു മാർബിളിൻ്റെ കല്ലെടുത്തിട്ട് അതിന്മേൽ പേരെഴുതും. ചിലപ്പോൾ മരിച്ച ഡേറ്റ് എഴുതും, ചിലപ്പോൾ തറവാട് ചേർത്തിയിട്ട് അങ്ങനെ എഴുതും. ഇങ്ങനെയൊക്കെ എഴുതാറുണ്ട്. മഹാന്മാരുടേത്, ഔലിയാക്കന്മാരുടെയൊക്കെ മക്ബറകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പേരും അതിൻ്റെ ഡേറ്റും മറ്റുമൊക്കെ എഴുതിയ കാണാം. ഇതിലെ ഇസ്ലാമിക വീക്ഷണം, ഇപ്പം ചില ആളുകൾ പറയും ഇത് കറാഹത്തല്ല, ഇത് കറാഹത്താണ് എന്നുള്ളത്. നിരുപാധികം ഇത് കറാഹത്താണെന്ന് പറഞ്ഞുകൂടാ. ചില സന്ദർഭങ്ങളിൽ ഇത് കറാഹത്താകുന്നുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കറാഹത്തില്ലെന്ന് മാത്രമല്ല സുന്നത്തുമാകുന്നുണ്ട്. ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് കറാഹത്ത് എന്ന് പരാമർശം നടത്തിയ സ്ഥലത്ത് തന്നെ അതിൻ്റെ വിശദീകരണവും കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഒരു എഴുതൽ കറാഹത്താണ് എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ അത് പറയുന്നുണ്ട്. മിൻഹാജിൻ്റെ 202-ാമത്തെ പേജിലായിട്ട് വൽ കിതാബത്തു അലൈഹുണ്ട്, ഖബറിൻ്റെ മേലെ പേരെഴുതൽ കറാഹത്താണ്. അതിന് യുക്റഹു എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം കറാഹത്താണ്, ഖബറിൻ്റെ മേലെ പേരെഴുതൽ കറാഹത്താണ്. ഇത് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുഹദ്ദിബിലും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നവവി ഇമാമിൻ്റെ ഈ കറാഹത്താണെന്ന് പരാമർശം ഒന്ന് വിശദീകരിച്ചു. ഇപ്പം റംലി ഇമാം, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജ് തന്നെ വിശദീകരിച്ചു. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയിലൂടെ ആണ് വ്യക്തമായിക്കൊണ്ട് ഈ കറാഹത്ത് എന്ന് എപ്പോഴാണ് വരിക, എപ്പോഴാണ് സുന്നത്ത് വരിക എന്നൊക്കെ ഈ കറാഹത്ത് എന്നുള്ള പരാമർശം വിശദീകരിച്ചിട്ട് നിഹായയിൽ വ്യക്തമായിക്കൊണ്ട് റംലി ഇമാം അത് പറയുന്നുണ്ട്. നിഹായുടെ 2-ാം വാള്യം 275-ാമത്തെ പേജിലായിട്ട് കിതാബുൽ ജനായിസിൽ നോക്കിയാൽ കാണും. ഇപ്പോൾ കിതാബത്തു അലൈഹി ഇങ്ങനെ പേരെഴുതൽ കറാഹത്താണ് എന്ന് പറഞ്ഞുകൊടുത്ത്, ഇപ്പൊ കമാഫിൽ മജ്മുഅോ ശറമുഅദ്ദിലൊക്കെ ഉള്ളതുപോലെ അതൊക്കെ വെച്ചുകൊണ്ട് വിശദീകരണം എന്താ? നഅം, എങ്കിലും യൂഖദു മിൻ ഖൗലിഹിം ഇന്നഹു യുസ്തഹബ്ബു വദഉ മാ യുഅറഫു ബിഹിൽ ഖുബൂറു അന്നഹു ലഹ്താജ ഇലാ കിതാബത്തി ഇസ്മിൽ മയ്യിത്ത് ലിമഅരിഫതിഹി ലിസിയാറത്തി കാന മുസ്തഹബ്ബൻ ബിഖദ്രിൽ ഹാജത്തി. ഉണ്ടോ? ഇവിടെ ഒരു പക്ഷേ ചിലപ്പോൾ കറാഹത്ത് തന്നെ ആവശ്യം കൂടാതെ എഴുതൽ കറാഹത്തായിട്ട് വരും. ആവശ്യമുണ്ടെങ്കിലോ, അതായത് ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഈ എഴുത്ത് കൊണ്ട് ഇയാളുടെ പേര് എഴുതൽ കൊണ്ട് ആവശ്യം അതെന്താണ്? ആ മയ്യത്തിന് അറിയണം, ആരുടേതാണ് ആ ഖബർ എന്ന് അറിയണം. അതെന്തിനു വേണ്ടി? സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സിയാറത്ത് നടക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് സിയാറത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഖബർ അറിഞ്ഞാലല്ലേ സിയാറത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ആവശ്യകത വരുമ്പോൾ സുന്നത്തായിട്ട് മാറും. അപ്പോൾ അവിടെ കറാഹത്തില്ലെന്ന് മാത്രമല്ല സുന്നത്താണെന്ന് വ്യക്തമായിക്കൊണ്ട് റംലി ഇമാം പറയാണ്. പിന്നെ പറഞ്ഞു ലാ സിയമ്മ ഖുബൂറുൽ ഔലിയാഇ വസ്വാലിഹീൻ ഫഇന്നഹാ ലാ തുഅറഫു ഇല്ലാ ബിദാലിക ഇൻദ തതാവുലുസ് സിനീൻ. ഉണ്ടോ? പ്രത്യേകിച്ച് മഹാന്മാരുടേതൊക്കെ ഒരുപാട് വർഷങ്ങളും കാലപ്പഴക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരിച്ചറിയുക? ഇനിയിപ്പോൾ നമ്മൾ സാധാരണക്കാരുടേതാണ്. ഇപ്പം ഉമ്മ മരിച്ചു, ഉപ്പ മരിച്ചു, പ്രവാസികളൊക്കെ നാട്ടിൽ വന്നു, എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് തിരിച്ചുപോയി. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ വരിക. അപ്പോഴേക്ക് ഈ ഖബർ ഒരുപാട് കാലപ്പഴക്കം ഇങ്ങനെ വരുമ്പം പഴയതായിട്ട് വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഖബർ ഇങ്ങനെ ഒരുപാട് ഖബറുകളൊക്കെ വരുമ്പോൾ അടയാളൊന്നും വെച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഉപ്പ ഉമ്മ അവരുടെയൊക്കെ ഖബർ തിരിച്ചറിയുക?
അത് കാണിച്ചു കൊടുക്കാൻ ഒരാളില്ലെങ്കിലോ പിന്നെ പറയും വേണ്ട. പ്രവാസികളൊക്കെ ആകുമ്പോൾ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ അങ്ങനെ വരും. അപ്പൊ എല്ലാവർക്കും പോയും അങ്ങോട്ട് പോയോക്കാൻ പറ്റിക്കൊള്ളണമെന്നൊന്നും ഉണ്ടാവില്ലല്ലോ. ആഴ്ചയിൽ പോകുന്നവരുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനൊക്കെ ഒരു പ്രശ്നങ്ങൾ കയറി വരുന്നുണ്ട്. നമ്മൾ സ്വാഭാവികം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇങ്ങനെ ഒരു ആവശ്യകത വരുന്ന സമയത്ത് എന്താണ്, അവിടെ പേരെഴുതുകയെ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിൽ ഒരു അടയാളം വെക്കുകയൊക്കെ ചെയ്യുന്നത് സുന്നത്താണ്. അത് കറാഹത്തില്ല. അപ്പോ എന്താണ്, ആവശ്യം ഉണ്ടാകുമ്പം എന്താണ് ഇത് കറാഹത്ത് കയറി വരുന്നില്ല. ഒരു ആവശ്യം കൂടാതെ എഴുതുമ്പോഴാണ് കറാഹത്ത് എന്നുള്ളത്. ഇത് റംലി ഇമാം ഇങ്ങനെ നിഹായിൽ പറയുമ്പം ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ അവിടുത്തെ തുഹഫയിൽ ഇത് അദ്റ ഇമാമിന്റെ ബഹത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്റ ഇമാമിലേക്ക് ചേർത്തിയിട്ട് ഖാത്തിമുൽ മുഹഖ്ഖിൻ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ തുഹഫയിൽ പറയുന്നുണ്ട്. തുഹഫയുടെ 3-ാം വാള്യം ഇതിന്റെ 309-ാമത്തെ പേജിൽ നഅം ബഹത്തൽ അദ്റഇയു ഉണ്ടോ, ഇമാം അദ്റഇ റളിയല്ലാഹുവിന്റെ ബഹത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റംലി ഇമാമിൻ ഈ പറഞ്ഞ ഈ സംഗതിയൊക്കെ അത് അദ്റ ഇമാമിന്റെ ബഹത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തുഹഫയിൽ ഇബ്നു ഹജറും പറയുന്നു. എന്നാൽ ഇത് നിഹായയിൽ റംലി ഇമാം മുഅ്തമദാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഒരുപാട് പണ്ഡിതന്മാർ മുഅ്തമദാക്കിയതും. ഇത് അദ്റ ഇമാമിലേക്ക് ചേർത്തിയിട്ട് എന്തായിട്ടില്ല, റംലി ഇമാം പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള പരാമർശങ്ങൾ തന്നെ തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു ആശത്തു ഷർവാനിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആശത്തു ഷർവാനിയുടെ 3-ാം വാള്യം ഇതിന്റെ 664-ാമത്തെ പേജിലായിട്ട് ഉണ്ടോ, വഅതമദഹു നിഹായത്തു ബിലാ അസ്വിൻ ഇലൽ അദ്റഇ. ഇമാം അദ്റഇ റളിയല്ലാഹുവിലേക്ക് ചേർത്തി പറയാതെ നിഹായുടെ മുസന്നിഫാകുന്ന റംലി ഇമാം അത് മുഅ്തമദാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഷർവാനി ഇമാം തുടർന്ന് പറയാണ് വനക്കല ഷെയ്ഖുന, നമ്മുടെ ഷെയ്ഖുനയൊക്കെ പരാമർശം. അത് നമ്മുടെ ഷെയ്ഖുന എന്ന് അവിടെ ഇബാറത്ത് ഷർവാനി നമ്മുടെ ഷെയ്ഖുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാജൂരിയാണ്. അവിടുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, അൻ ഷറഹുൽ ബഹ്ജത്തി, ഷറഹുൽ ബഹ്ജയിലൊക്കെ പറഞ്ഞതു ഇത്തിമാദുഹു മഅൽ അസ്വി ഇല സർക്കശി ഉണ്ടോ, ഇമാം സർക്കശിയിലേക്ക് ചേർത്തിയിട്ടാണ് നമ്മുടെ ഷെയ്ഖിനെയൊക്കെ പറഞ്ഞത് എന്നുള്ളത്. എന്നിട്ട് മാത്രമല്ല വഖറഹു, അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷെയ്ഖുന. ബാജൂരി ഇമാം എൻ്റെ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആശത്തുൽ ബാജൂരിയിൽ തന്നെ കാണും ഇങ്ങനെ സർക്കശി ഇമാമിലേക്ക് അത് ചേർത്തിയിട്ട് പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആശത്തുൽ ബാജൂരിയുടെ 1-ാം വാള്യത്തിന്റെ 382-ാമത്തെ പേജിലും പറയുന്നുണ്ടോ. വഫീ കറാഹത്തി കിതാബ് ബിസ്മിൽ മയ്യത്തി അലൈഹി നദറുൻ ഉണ്ടോ. ഇപ്പോ ഇങ്ങനെ മീസാൻ കല്ലുമ്പോ ഒക്കെ അല്ലെങ്കിൽ ഖബറിന്റെ മേലെ പേര് എഴുതുക എന്ന വിഷയത്തിൽ കറാഹത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിന്തിക്കണം. ഒറ്റയടിക്ക് പറഞ്ഞുകൂടാ ഉണ്ടോ. ബൽ ഖാല സർക്കശിയു, എങ്കിലും സർക്കശി ഇമാമൊക്കെ പറഞ്ഞില്ലേ ലാ വജ്ഹ ലി കറാഹത്തി കിതാബി ഇസ്മിഹി വതാരീഖി വഫാത്തിഹി ഉണ്ടോ, ഖുസൂസൻ ഇദാ കാന മിനൽ ഉലമാഇ വനഹ്വിഹിം കമാ ജറത് ബിദാലിക അദത്തുൻ നാസ് ഉണ്ടോ. സർക്കശി ഇമാമൊക്കെ പറയുന്നത് അങ്ങനെ ഒരു എഴുത്ത് പേരെഴുതുക ചിലപ്പോ എന്താകും, ഡേറ്റ് എഴുതേണ്ടി വരും, മരണ ഡേറ്റ് തിരിച്ചറിയുക എന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. അതൊക്കെ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിൽ അയാൾ മരണ ഡേറ്റ് പേരെഴുതി ഇങ്ങനെയൊക്കെ എഴുതുന്നതിൽ കറാഹത്ത് എന്ന് പറയുന്നതിൽ ഒരു വജുഹുമില്ല. അങ്ങനെ കറാഹത്ത് എന്ന് പറഞ്ഞുകൂടാ, പ്രത്യേകിച്ച് ആലിമീങ്ങളുടേതൊക്കെ. അപ്പൊ അവിടെ കറാഹത്ത് കയറി വരുന്നില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ ഇമാം ബാജൂർ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്തിനേറെ മഹാനായ ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു, ഖതീബ് ശർബീനി റഹിമഹുല്ലാഹ്, മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു, ഷഅറാനി ഇമാം റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് പ്രഗൽഭരായ ഒരുപാട് പണ്ഡിതന്മാർ, അവരുടെയൊക്കെ ഉസ്താദാകുന്ന മഹാനായ സക്കറിയ അൻസാരി റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്ന ഗഡ്സുള്ള പണ്ഡിതർ, മഹാനവറുകളും സർക്കശി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്ഥിരപ്പെടുത്തി പറയുന്നുണ്ട്. മഹാനായ സക്കറിയ അൻസാരി തങ്ങളുടെ ഉറുൽ ബഹിയ എന്ന കിതാബിൽ, അതായത് ബഹ്ജയുടെ ഷറഹിലാകുന്ന ഉറുൽ ബഹിയയിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഉറുൽ ബഹിയുടെ 3-ാം വാള്യത്തിന്റെ 316-ാമത്തെ പേജിലുണ്ട് വഫീ കറാഹത്തി കിതാബത്തി ഇസ്മിൽ മയ്യിത്തി നദറുൻ ബൽ ഖാല സർക്കശി. നേരത്തെ നമ്മൾ വായിച്ച അതേ വാർത്ത തന്നെ, ലാ വജ്ഹ ലി കറാഹത്തി കിതാബി ഇസ്മിഹി വതാരീഖി വഫാത്തിഹി. അപ്പൊ ഇങ്ങനെ എഴുതുക എന്ന് പറയുമ്പം അതൊരു കറാഹത്താണെന്ന് പറയുന്നവർക്ക് ചിന്തിക്കണം. അങ്ങനെ പറഞ്ഞുകൂടാ, അങ്ങനെ വജ്ഹയിന് കയറി വരുന്നില്ല. അപ്പൊ ആവശ്യം ഉണ്ടായിട്ട് എഴുതിയല്ലേ എന്ന അടിസ്ഥാനത്തിൽ അവരും പറയുന്നു. ഇത് ഒട്ടനേകം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇപ്പൊ ഹദീസിൽ അങ്ങനെ ഉണ്ടല്ലോ, വിരോധിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ ഇങ്ങനെ പറയുക. ഒരാവശ്യമില്ലാതെ എഴുതുന്നിടത്തേക്കാണ് ഈ കറാഹത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്നേ ഇവിടെ ഉള്ളൂ.
ഇപ്പോൾ ഒരു ഖബർസ്ഥാനിൽ ഒന്നോ രണ്ടോ ആളെ പേര്, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 10 താഴെയൊക്കെ ഖബറുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ എന്തിനാ പേര് എഴുതിയേക്കേണ്ട ആവശ്യം? ഇനി അവിടെ ആവശ്യമുണ്ടോ? എഴുതി വെക്കേണ്ടി വരും. അതും അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത പോലെ ഉണ്ടെങ്കിൽ, എപ്പോഴെങ്കിലൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, ചിലപ്പോൾ ഒരുപാട് ഖബറുകളുണ്ട്, പക്ഷെ ഒരു എഴുത്തിന്റെ ആവശ്യം അയാൾക്കില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അയാൾക്ക് അത് മനസ്സിലാകും, എന്നാൽ എഴുതിയേക്കേണ്ടതില്ല. അപ്പൊ അങ്ങനെ എല്ലാവരും എഴുതുണ്ടല്ലോ നമ്മൾ എഴുതാന്ന് പറയുമ്പോൾ അത് കറാഹത്താവും. അപ്പൊ ആവശ്യം എത്രയാണോ എങ്ങനെയാണോ അത് അയാളാണ് തീരുമാനിക്കേണ്ടത്. അയാൾക്ക് തിരിച്ചറിയാൻ പറ്റാവുന്ന രൂപത്തിൽ പേരോ അല്ലെങ്കിൽ ഡേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിറവാടോ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചുകൊണ്ട് ഒരിക്കലും ആവശ്യത്തിനനുസരിച്ച് കൊണ്ടാണെങ്കിൽ അത് കറാഹത്ത് എന്ന് പറഞ്ഞൂടാ. ഇത് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വലിയ വലിയ കൂട്ടർ തന്നെ ഷാഫി മദ്ഹബിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പോലത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വിരോധിച്ചു എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്, ശരിയാണ്. അത് അബൂദാവൂദിലൊക്കെ ഹദീസ് വന്നിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ ആ അബൂദാവൂദ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹു വ്യക്തമായിക്കൊണ്ട് അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന എന്റെ ശറഹ് ഇബ്നു റസ്ലാനിൽ വ്യക്തമായിക്കൊണ്ട് ഇതിന്റെ 13ാമത്തെ വള്യത്തിൽ തന്നെ അവിടെ സുബ്കി ഇമാമിനെ കൊള്ള പറ്റിയിട്ടാണ് പറഞ്ഞത്, സുബ്കി ഇമാമിനെ ചാരിയിട്ടാണ് പറഞ്ഞത്. ഇതിന്റെ 542ാമത്തെ പേരുണ്ടോ കാല സുബ്കിയു. ആരാണ് ഇമാം സുബ്കി തങ്ങളൊക്കെ? ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായിരുന്നു സുബ്കി റളിയല്ലാഹു അൻഹു ഒക്കെ. അവിടെ നിന്നൊക്കെ പറഞ്ഞു വലു ഷൈഇൻ യുറഫു ബിഹിൽ ഖബറു മുസ്തഹബ്ബൻ ഫഇൻ കാനത്തിൽ കിതാബത്തു തരീഖൻ ഫീ ദാലിക യംബഗി അല്ലാ യുക്റഹ. ഉണ്ടോ? ഇപ്പോ അങ്ങനെ കബറിന്റെ മേലെ എന്തെങ്കിലും എന്റെ വെക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്റെ ഈ പറയുന്ന കബർ തിരിച്ചറിയുക എന്ന അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു എഴുത്ത് ഒക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് അതിലേക്ക് കൂട്ടും സഹായിക്കും എന്നുണ്ടെങ്കിൽ അവിടെ കറാഹത്തൊന്നും കയറി വരുന്നില്ല. വയുസ്തഹബ്ബു ബിഖദിരാണോ ഇതാ ശരിക്ക് വയുസ്തഹബ്ബു ബിഖദിരിൽ ഹാജത്തി ഇലൽ ഇലാം. ഇത് അറിയിക്കുക, ഫഖത്ത് അറിയിക്കുക. ഇത് എങ്ങനെയാണ്? ഇതിന്റെ ഒരു അറിയിപ്പ് കിട്ടണമല്ലോ, ആരുടെ ഖബർ എന്നറിഞ്ഞാലല്ലേ ഈ പറയുന്ന സിയാറത്ത് ചെയ്യൽ നടക്കുള്ളൂ. അപ്പൊ ഇത് വിരോധിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഖബർ സിയാറത്തിന്റെ വിരോധികളാണ്. അവർ ഖബർ സിയാറത്തിന് വിരോധിക്കും. മഹാന്മാരുടേത് മാത്രമല്ല, അവരുടെ വാപ്പ ഉമ്മ ഒറ്റ ഉടയവർ മരിച്ചു കഴിഞ്ഞാൽ അന്ന് ആ മറമാടി പോകുന്നതായിരിക്കും, പിന്നെ ആ ഭാഗത്തേക്ക് ചവിട്ടൂല അവർ. കാരണം എന്താ? അതിന് വിരോധനം വന്ന് അവർക്ക് അതിന്റെ അരോസത ഉണ്ട്. അപ്പൊ ഇത് എതിർക്കുന്ന ആളുകൾ കറാഹത്താണ് എന്ന് പറയുന്നത് അവരെന്തിനാ എതിർക്കുന്നത്? ഒരിക്കലും ആ ഖബർ തിരിച്ചറിയാൻ പാടില്ല, അപ്പോഴല്ലേ സിയാറത്ത് മുടങ്ങുള്ളൂ. അപ്പൊ സിയാറത്തിന് മുടക്കം വരുത്തുന്ന ആളുകളാണ് ഇത് കറാഹത്താണെന്ന് പറഞ്ഞു. എത്രയോ പണ്ഡിതന്മാർ ഇത് കറാഹത്തില്ലാത്ത സന്ദർഭം പറഞ്ഞു, സുന്നത്താകുന്ന സന്ദർഭം പറഞ്ഞു, ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആവശ്യത്തിനനുസരിച്ചുകൊണ്ട്, ഒരുപക്ഷെ പേര് മാത്രം എഴുതിയാൽ മതിയാകൂല. അപ്പൊ ഉമ്മ മരിച്ചു, ഫാത്തിമ, എന്ത് ഫാത്തിമ, എത്ര ഫാത്തിമാരുണ്ടാകും? അപ്പൊ എങ്ങനെ തിരിച്ചറിയാ? അപ്പൊ ചിലപ്പോൾ മരണ ഡേറ്റ്, ചിലപ്പോൾ ഡേറ്റ് ചെയ്താലും തിരിച്ചറിയില്ല. അപ്പൊ ചിലപ്പോൾ എന്താകും, ഒരു എന്റെ കുടുംബ പേരിലേക്ക് ചേർത്തിയിട്ട് എഴുതേണ്ടി വരും. അങ്ങനെയും എഴുതാം എന്ന് വ്യക്തമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു വിഷയം തന്നെ എന്റെ മഹാനായ ഖത്തീബ് ഷർബീൻ റഹിമഹുല്ല അവിടുത്തെ ഇഖ്നാഇൽ പറയുമ്പം ഇഖ്നാ എന്ന് വിശദീകരിച്ചു നബ്രാവി, ഹാഷിത്തുൻ നബ്രാവിയിലൂടെ. അവിടെ തറവാട് ശരിക്ക് എഴുതാം എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നബ്രാവിയുടെ 1-ാം വാള്യം ഇതിന്റെ 751ാമത്തെ പേജിലുണ്ടോ ഇവിടെ യുക്റഹുൽ കിതാബത്തു അലൈഹി. ഇപ്പോൾ എന്റെ ഖബറിന്റെ മേലെ പേര് എഴുതൽ കറാഹത്താകും എന്ന് പറയുന്നത് ഐ ബിലാ ഹാജത്തിനുണ്ടോ, ആവശ്യം കൂടാതെ എന്നാണ് വ്യക്തമാണ്. ബിലാ ഹാജത്തിന് ഒരു ആവശ്യം കൂടാതെ കറാഹത്ത് വരും. ഇമ്മാലി ഹാജത്തി മഅരിഫത്തി ഇസ്മിഹി വ നസബിഹി, ഉണ്ടോ പേര് അല്ലെങ്കിൽ തറവാട് നസബ്, അതാ അങ്ങനെയൊക്കെ ഏതെല്ലാം ആവശ്യമായി വന്നാലോ കറാഹത്തൊന്നുമില്ല. അപ്പൊ അതാണ് ഈ പറയുന്നത് സുന്നത്താണെന്ന് പറയുന്നത്. അത് ഇഖ്നാ വിശദീകരിച്ചുകൊണ്ട് മഹാന ഇമാം ബുജൈരിമി റഹിമഹുല്ല ഒന്നുകൂടി സ്പഷ്ടമായ രൂപത്തിൽ തുഹ്ഫത്തുൽ ഹബീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആശത്തുൽ ബുജൈരിമിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ കറാഹത്ത് വരുന്നത്, എങ്ങനെയാണ് സുന്നത്ത് വരിക എന്നൊക്കെ. ഇതിന്റെ 2-ാം വാള്യത്തിന്റെ 297ാമത്തെ പേജ് നോക്ക്. വ മഹല്ലു കറാഹത്തിൽ കിതാബത്തി അലൽ ഖബർ. വ്യക്തമല്ലേ ഇതൊക്കെ? ഖബറിന്റെ മേലെ പേര് എഴുതുക എന്നത് കറാഹത്താണെന്ന് പറയുന്ന മഹല്ല്, അതിന്റെ അടിസ്ഥാനം എന്താണ്? മാലം യുഹ്തജിലൈഹ, അതിലേക്ക് ആവശ്യമില്ലെങ്കിലാണ്. വയില്ല ആവശ്യമുണ്ടെങ്കിലോ അങ്ങനെ ആവശ്യമുണ്ട്, പേര് എഴുതണം, പേര് എഴുതിയാലും പോരാ, തറവാട് എഴുതേണ്ടി വരും ചിലപ്പോ. അങ്ങനെയൊക്കെ എഴുതിൽ ആവശ്യമായി വന്നാൽ എന്തേ ലിയോറഫ തിരിച്ചറിയപ്പെടാൻ വേണ്ടി, എന്നാലേ ആ കവറ് നമ്മളെ വാപ്പാന്റെ അമ്മാന്റെ എന്ന് അറിയുള്ളൂ, അതിനു വേണ്ടി തിരിച്ചറിയാ. അങ്ങനെയാകും ഫയുസാർ, അപ്പോഴല്ലേ സിയാറത്ത് നടക്കപ്പെടുള്ളൂ. അപ്പോഴല്ലേ എന്തിനൊക്കെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. ഫലാ യുക്റഹു, ഒരു കറാഹത്തുമില്ല. ഷർത്തുണ്ട്. എന്താണ് ഷർത്ത്? ബിശർത്തിൽ ഇഖ്തിസാരി അലാ ഖദ്രിൽ ഹാജത്തി. ആവശ്യത്ര അത്ര എഴുതിയാൽ മതി, പേര് എഴുതിയാൽ മതി, ചിലടുത്ത് അത് മാത്രം എഴുതിയാൽ മതി.
ചില ആൾക്ക് പേരൊന്നും എഴുതണ്ട, ചെറിയ പേര് വേറെ അടയാളം വെച്ചാൽ എന്നാൽ അത് മതി. അങ്ങനെ എന്താണോ ആവശ്യം അതിനനുസരിച്ച് കൊണ്ട് എഴുതുക എന്നുള്ള ഷർത്ത് എന്തായാലും കയറി വരും. അങ്ങനെ എഴുതുമ്പോൾ അതൊരു കറാഹത്തൊന്നും ഇല്ല. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പണ്ഡിതന്മാർ, ഔലിയാക്കന്മാർ, മഹാന്മാർ. കാരണം കാലപ്പഴക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയൂലല്ലോ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ചിലപ്പോൾ എഴുതി അങ്ങോട്ട് വെക്കേണ്ടി വരും. കാരണം എന്താ, ഈ കബറ് മാന്തിപ്പോവുക എന്നുള്ള പേടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അത് ഒഴിവായി പോവുക. കാരണം കുറേ കാലമാകുമ്പം അങ്ങനെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ പേരും എഴുതിയിട്ടില്ല, ഒന്നുമില്ല, പിന്നെ നമ്മൾ അറിയാതെയും പോയി കഴിഞ്ഞാൽ പിന്നെ എന്താകും, കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് കബറിൽ വേറെ ആളടക്കം ചെയ്യുന്ന രൂപം അങ്ങനെയൊക്കെ പേടി വന്നു കഴിഞ്ഞാൽ എന്തായാലും എഴുതി വെക്കണം എന്നാണ് മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളെ ത്വഹഫ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖാസിമുൽ അബ്ബാദി റഹിമഹുല്ല ആഷബ്ദുൽ അബ്ബാദിയിലൊക്കെ പറയുന്നത്. ആഷബ്ദുൽ അബ്ബാദിയുടെ 3-ാം വാള്യം തന്നെ അതും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയില്ലേ. ഇതിന്റെ 664-ാമത്തെ പേജിൽ പറയാണ്, ഇതൊക്കെ ചർച്ചകളൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഒന്ന് പറയട്ടെ. ലോ ഖുശിഅ നബ്ശുഹു വദ്ഫനു അലൈഹി വകാന യതഹഫളു അൻ ദാലിക ബികിതാബത്തി ഇസ്മി സ്വഹിബിഹി ലിമസീദി ഇഹ്തിറാമിഹി ഹീനഇദിൻ ഫലാ യബ്ഉദു ഇസ്തിസ്നാഉ ദാലിക അലൽ മദ്ഹബ് ഫലിതഅമ്മൽ. കണ്ടോ, ഇപ്പൊ കവറ് മാന്തി പോകാന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കൊരു പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കണം. അപ്പോൾ അവിടെ ശരിക്കണ്ട എഴുതി വെച്ചാൽ പിന്നെ നമ്മൾ ആപ്പാൻ്റെ അറിയാം ആരെന്നാന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയാണ് വാന്തി പോകുന്നില്ല, വേറെ ആളായാലും അടക്കം ചെയ്യൂല. അപ്പം അങ്ങനെയൊക്കെ ഒരു കാരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മഹാന്മാരുടേതൊക്കെ എന്തായാലും, കാരണം അത്രയും ബഹുമാനമുള്ളവരുത് നമുക്ക് സിയാറത്തപ്പം ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കറാഹത്തോടെ വരൂല. ഫല്യുത്തമല്ലോ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് തിരിയില്ലേ എന്നുള്ളത്. അപ്പം ഇതൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് ഉലമാ പറഞ്ഞാണ്, മനസ്സിലായില്ലേ. ഇനി 4 മദ്ഹബിൽ ഇതിൽ പറയുമ്പം 3 മദ്ഹബിൽ കറാഹത്ത് എന്ന് പറയുമ്പോൾ ഷാഫി മദ്ഹബിന്റെ വീക്ഷണമാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞൊക്കെ. എന്നാ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരു കറാഹത്തും ഇല്ല അവിടെ. ഒരു കറാഹത്ത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കണ്ട, കറാഹത്തേ ഇല്ല, യഥേഷ്ടം എഴുത എന്നുള്ളിടത്തേക്കാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഹനഫി മദ്ഹബ് എങ്ങനെയാ പോയത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇവിടെ പറഞ്ഞു, ഇപ്പൊ ഈ ഹദീത്ത്, ഇത് വിരോധിച്ച ഹദീത്ത് ഒരുപാട് പണ്ഡിതന്മാരുടെ ഹദീത്തിൽ കിതാബ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജാമി സഗീറിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ജാമി സഗീർ വിശദീകരിച്ചു മഹാനായ ഇമാം അസീസ് റഹിമഹുല്ല സിറാജുൽ മുനീർ എന്ന് പറയുന്ന കിതാബിലൂടെ. ആ സിറാജുൽ മുനീറിൽ 4 മദ്ഹബ് പറയുന്നുണ്ട്. 3 മദ്ഹബിന്റെ വീക്ഷണയുടെ കറാഹത്ത് എന്ന് പറയുന്നു. ഇതിന്റെ 6-ാം വാള്യത്തിന്റെ 478-ാമത്തെ പേജിലുണ്ടോ ഇന്ത തലാഖത്തി 3 മദ്ഹബിന്റെ വീക്ഷണം, അല്ലെങ്കിൽ നമ്മുടെ മദ്ഹബിന്റെ വീക്ഷണം നമ്മൾ പറഞ്ഞു. യഥേഷ്ടം അത് കറാഹത്ത് എന്ന് പറഞ്ഞുകൂടാ, അവിടെ വിശദീകരണം ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ കറാഹത്ത് വരും, ചില സന്ദർഭങ്ങളിൽ സുന്നത്തും വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. വഖാല അബൂ ഹനീഫ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞു ലാ തുക്റഹു, ഒരു കറാഹത്തും ഇല്ല, അവിടെ കറാഹത്ത് തന്നെ വരുന്നില്ല എന്നുള്ളത്. അപ്പൊ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ആവശ്യമുള്ളതിനനുസരിച്ചു, ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചു കൊണ്ട് പേര്, തറവാട്, അതുപോലെ തന്നെ താരീഖ്, ഡേറ്റ് ഇങ്ങനെയൊക്കെ എഴുതുക എന്ന് പറയുമ്പം അത് ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് എഴുതൽ ഒരു കറാഹത്തും ഇല്ലെന്ന് മാത്രമല്ല സുന്നത്താണ്. അപ്പം നിരുപാധികം കറാഹത്ത എന്ന് പറഞ്ഞു പോകരുത്. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഖബർ സിയാറത്ത് വിരോധികളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അവരെ ശരീരത്തോട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പം ആയതുകൊണ്ട് തന്നെ സിയാറത്തുകൾ നടക്കണം. നമ്മുടെ ഉറ്റവര്, ഉടയവര്, വേണ്ടപ്പെട്ടവർ അവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളൊക്കെ നമ്മെ ആക്കിയത് അവരാണ് എന്നുള്ള ബോധം നമുക്ക് വേണം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മഹാന്മാരുടേത് നമുക്ക് അവരിൽ നിന്ന് ഒരുപാട് കിട്ടാനുണ്ട്. അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകാനുണ്ട്. അതുകൊണ്ട് ഖബർ സിയാറത്ത് നല്ലോണം വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.